നമസ്കാരം. ലാൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര കിട്ടിയാലും നമ്മുടെ മലയാളികൾ പഠിക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും നാട് വിടണം. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. നമ്മുടെ പല വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ വന്ന് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി ഇപ്പോഴും ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന്. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു നല്ല ഏജൻറ്റിനെ പറഞ്ഞു തരുമോ? പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, ദുബായിലുള്ള ഏജൻസിയെ അറിയുമോ, അവർ പറ്റിക്കുമോ? ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് പലരും നമ്മളോട് ചോദിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് ആണ് എന്നുള്ളതാണ്. ഇനി ഇവിടുത്തെ സത്യസന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദേശങ്ങളിൽ പോയി അല്പം പൈസ കൂടുതൽ കിട്ടും എന്നും പറഞ്ഞ് എന്ത് പണി ചെയ്യാനും നിങ്ങൾ ഒരുക്കമാണ്. ഇവിടെ ഹെൽത്ത് കെയറിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം എന്ന് പറയുന്നത് അയർലൻഡിലെ തന്നെ ഏറ്റവും ചെറിയ സാലറിയാണ്. ഇവിടെ നിങ്ങൾ വാടക കൊടുത്ത് താമസിച്ച് ഭക്ഷണവും കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ മുക്കാൽ പങ്കും തീരും. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം നാട്ടിൽ സർക്കാർ ജോലിയുള്ളവർ പോലും ലീവ് എടുത്ത് വിദേശങ്ങളിൽ പോകുന്ന വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം കൃത്യമായി പറയട്ടെ, ഇനി ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിലേക്ക് വെസ്റ്റേൺ രാജ്യങ്ങളിൽ കാര്യമായ വേക്കൻസികൾ വിദേശങ്ങളിലുള്ളവർക്ക് ഇല്ല എന്നുള്ളതാണ് പരമപ്രധാനമായ സത്യം. അല്ലെങ്കിൽ പിന്നെ മുമ്പ് കൊറോണ വന്നതുപോലെ അതിലും വലിയ എന്തെങ്കിലും വന്ന് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാം മാറ്റപ്പെടണം. അല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളിലും UK, കാനഡ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും നിലവിൽ നേഴ്സസിനും ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനും കാര്യമായ വേക്കൻസികൾ ഒന്നും തന്നെയില്ല. പണ്ട് നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് ജോലിക്ക് കയറിയ ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥലത്ത് മാസത്തിൽ 2-3 നേഴ്സസ് വന്നെങ്കിൽ ആയി. അതും അയർലൻഡിലോട്ട്. മറ്റ് പറഞ്ഞ സ്ഥലങ്ങളിൽ അതും ഇല്ല. നിലവിൽ നേഴ്സസിൻ്റെ കുറച്ച് വേക്കൻസി ഇപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. അതാണ് കൃത്യമായ ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നിങ്ങൾ ഇനിയും പോയി ചതിയിൽ വീഴരുത്. ഇപ്പോൾ ദുബായിൽ നിന്നും കുറേ ഏജൻസികൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വെബ്സൈറ്റും ഉണ്ടാക്കി വെച്ച് ദുബായിലെ ഒരു മൊബൈൽ നമ്പരുമാണ് പ്രധാനമായും ഇവർ ഉപയോഗിക്കുന്നത്. ഇനി ആ നമ്പറിൽ വിളിച്ചാൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അത് എടുക്കുന്നത് ഒരു മലയാളിയെങ്കിലും ആയിരിക്കും. എല്ലാ തട്ടിപ്പുകളുടെയും പിറകിലും മലയാളികളുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഇവിടെയും. എത്ര കിട്ടിയാലും പഠിക്കാത്ത നമ്മുടെ ഈ മലയാളികൾ തന്നെ വീണ്ടും വീണ്ടും പോയി ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് തലവെച്ചു കൊടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ കൂണുപോലെ മുളയ്ക്കുന്നതും. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ദുബായിലുള്ളവർ ഏജൻസി ന്യൂസിലൻഡിലേക്ക് പറഞ്ഞു, അതുപോലെ അയർലൻഡിലേക്ക് പറഞ്ഞു, UK-യിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അവർ എമൗണ്ടും പറയും. 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെയാണ് അവരുടെ ചാർജ് എന്ന്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായിപ്പിൻ്റെ കുണ്ടി തുടയ്ക്കാൻ. അതിനാണ് ഈ 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ചോദിക്കുന്നത് തന്നെ. അങ്ങനെ ഈ ഇടയ്ക്ക് നാട്ടിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ നടത്തി ആളുകളെ അവർക്ക് എങ്ങോട്ടാണോ പോകേണ്ടുന്നത് അങ്ങോട്ടേക്ക് തന്നെ കയറ്റിവിടും. ഇതാണ് അവരുടെ അവകാശവാദം. സാധാരണഗതിയിൽ അയർലൻഡിലേക്ക് ഒരു 10 വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ അയർലൻഡിലേക്കുള്ള 10 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. എന്നാൽ ഇക്കൂട്ടർ ചെയ്യുന്നത്, അവരുടെ പരസ്യങ്ങൾ കണ്ട് അവരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നവരോട് അവർ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയും ന്യൂസിലൻഡ് അല്ലെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ UK എന്നൊക്കെ. എന്നാൽ ചിലർ IELTS അല്ലെങ്കിൽ OET പാസ്സായി NMBI രജിസ്ട്രേഷനും അതായത് ഡിസിഷൻ ലെറ്ററും എടുത്തു വച്ചിട്ട് നേഴ്സായിട്ട് പോകണം എന്നാണ് ആദ്യം അവരോട് പറയുന്നത്. എങ്കിൽ അവർ പറയും, ഓക്കെ, ഞങ്ങൾ ഏറ്റു, നിങ്ങളുടെ CVയും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരൂ. അക്കൂട്ടത്തിൽ ഒരു അഡ്വാൻസ് എന്ന നിലയ്ക്ക് 50,000 അല്ലെങ്കിൽ 1 ലക്ഷമോ വാങ്ങി വയ്ക്കും. ബാക്കി നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് മതി എന്നും പറയും. അപ്പോൾ നമുക്കും വിശ്വാസമായി. അങ്ങനെ ആരോടും അന്വേഷിക്കാതെ ചാടിക്കയറി പൈസയും കൊടുത്ത് അവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ചിലർ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നവരെ അവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുകയും അവർ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഡീറ്റെയിൽ വിവരങ്ങൾ പറയുകയും ഈ ഏജൻസിയുടെ നമ്പർ നമുക്ക് തരികയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഈ കള്ളക്കളി നമ്മൾ പൊളിച്ചത്. നമ്മൾ അവർ തന്ന നമ്പറിൽ വോയിസ് മെസ്സേജാണ് അയച്ചത്. അതുകൊണ്ട് തന്നെ സംസാരിച്ച തെളിവുകൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്.
എങ്കിലും അയർലൻഡിലെ ചില പ്രത്യേക നിയമപ്രകാരം പെർമിഷൻ ഇല്ലാതെ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ മെസ്സേജുകളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കേൾപ്പിക്കുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ഹെൽത്ത് കെയറിലേക്കാണ് ഇപ്പോഴുള്ള വേക്കൻസി എന്നും ഗൂഗിൾ നോക്കി ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വച്ചിട്ടുണ്ട് എന്നല്ലാതെ അയർലൻഡിനെക്കുറിച്ചോ മറ്റ് രാജ്യങ്ങളെക്കുറിച്ചോ ഇവർക്ക് യാതൊരുവിധ ബോധവും ഇല്ല എന്നുള്ളതാണ്. പിന്നീട് അവർ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ കൊടുക്കുന്ന പൈസ ഈ ഏജൻസികൾ വാങ്ങി വച്ചിട്ട് അവർ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അയർലൻഡിലോ ന്യൂസിലൻഡിലോ ഒക്കെയുള്ള മറ്റ് നേഴ്സിംഗ് ഹോമുകളിലേക്കൊക്കെ സെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെയുള്ള നേഴ്സിംഗ് ഹോം ആളുകൾക്ക് ആ CV ഇഷ്ടപ്പെട്ടാൽ അവർ ഈ കാൻഡിഡേറ്റിനെ കോൺടാക്റ്റ് ചെയ്യും, ഇൻ്റർവ്യൂ നടത്തും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊന്നും ഈ രാജ്യങ്ങളിൽ ഒരു നടപ്പുവശമുള്ള കാര്യമല്ല, പ്രത്യേകിച്ചും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഒരുവിധപ്പെട്ട ഡിപ്പെൻഡൻറ്റ് വിസയിൽ എത്തിയിട്ടുള്ള പല നേഴ്സസിൻ്റെയും ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നവരുടെ ഭർത്താക്കന്മാരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തന്നെ ഈ ഹെൽത്ത് കെയർ പണിക്കാണ്. അതായത് ഒരേ നേഴ്സിംഗ് ഹോമിൽ ഭാര്യയും ഭർത്താവും മാറി മാറി ഓപ്പോസിറ്റ് ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള കുട്ടികളെ നോക്കുന്നതിനും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല. പിന്നീട് ഇവിടെ റെഫ്യൂജികളായി എത്തിയിട്ടുള്ള ഒരുപാട് രാജ്യക്കാരുണ്ട്. നമുക്കറിയാം, യുദ്ധാനന്തരമൊക്കെ ഒരുപാട് പേർ ഈ രാജ്യത്തേക്ക് കുടിയേറിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ നേഴ്സിംഗ് ഹോമുകളിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇനി അടുത്ത കാലത്തെങ്ങും ഒരു വലിയ ഷോർട്ടേജ് അയർലൻഡിൽ ഉണ്ടാവുകയില്ല. അയർലൻഡിൽ മാത്രമല്ല, ലോകത്തെങ്ങും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചതിയിൽപ്പെടാതെ നാട്ടിലുള്ള ജോലി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള ജോലി കളയാതെ കിട്ടുന്ന പൈസ കൊണ്ട് മാന്യമായി ജീവിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിദേശങ്ങളിലേക്ക് പോകാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഇവിടങ്ങളിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ കരിയർ പേജുകളിൽ അവർക്ക് ആവശ്യമുള്ള തസ്തികയിലേക്ക് അവർ ഉദ്യോഗാർത്ഥികളെ നോക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ HR മാനേജർക്ക് നിങ്ങളുടെ CV അവർ ചോദിക്കുന്ന പോസ്റ്റിലേക്ക് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് അയക്കുവാൻ കഴിയുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് ഒരു മീഡിയേറ്ററിൻ്റെയും ആവശ്യമില്ല. മാത്രമല്ല, ഓരോ രാജ്യത്തിനും അവരുടേതായ ഗവൺമെൻറ്റിൻ്റെ ജോബ് സെർച്ചിങ് വെബ്സൈറ്റുകൾ നിലവിലുണ്ട്. ഇവിടെ അയർലൻഡിന് അവരുടേതായ വെബ്സൈറ്റ് ഉണ്ട്, യൂറോപ്പിന് കോമൺ ആയിട്ട് യൂറോപ്പിൻ്റെതായ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇനി ലക്സംബർഗിലോ ജർമ്മനിയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ അവരുടേതായ വെബ്സൈറ്റുകളും ഉണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ പല വീഡിയോസിലും നമ്മൾ പലതവണ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റ് ചില സോഷ്യൽ വെബ്സൈറ്റുകളുണ്ട്. ഉദാഹരണം ലിങ്ക്ഡിൻ, ഇൻഡീഡ് തുടങ്ങിയവയൊക്കെ ഇങ്ങനെയുള്ളവയാണ്. ഇവിടെയൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ആക്റ്റീവായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മൊബൈൽ വഴി മറ്റ് ഫേക്ക് ഏജൻസികളെ സെർച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് യഥാർത്ഥ വെബ്സൈറ്റുകൾ വഴി ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റാസ് അവർക്ക് അയച്ചു കൊടുക്കുക. ഓരോ ജോലിക്കും അതിൻ്റേതായ CV ഉണ്ടാക്കി വേണം അയക്കുവാൻ. ഒപ്പം തന്നെ ജോബ് സെർച്ചിങ് കീവേഡുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തുകയും വേണം. ലോകോത്തര നിലവാരമുള്ള CV ഉണ്ടാക്കണം. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അധ്വാനിക്കണം. ഇങ്ങനെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ചതിയിൽപ്പെടാതെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പണം പോകും. ഒരുപക്ഷെ നിങ്ങളുടെ പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പണമായിരിക്കാം. ലോകത്ത് ഇന്ന് വരെ ഒരു ഏജൻസിയും കൊടുത്ത പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ യഥാർത്ഥ നല്ല ഏജൻസികൾ പൈസ മേടിച്ചിട്ടല്ല റിക്രൂട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ഒരു നല്ല കാൻഡിഡേറ്റിനെ ഈ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനിക്കാരാണ് ഏജൻസിക്ക് പണം കൊടുക്കുന്നത്. ഇവിടെ മലയാളികളുടെ കുഴിഞ്ഞ ബുദ്ധിയല്ല, ഇവരൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡായി ചിന്തിക്കുന്നവരാണ്. ഇവർ നോക്കുന്നത് ക്വാളിറ്റി വർക്കാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള സ്റ്റാഫുകളെ മാത്രമേ അവർ റിക്രൂട്ട് ചെയ്തെടുക്കുകയുള്ളൂ. നാട്ടിൽ കുനിഞ്ഞു കുപ്പ കൈകൊണ്ടെടുക്കാത്ത ടീമുകളാണ് ഇവിടെ എന്തു പണിയും ചെയ്യാനായി ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ആ സ്ഥലത്ത് നാട്ടിൽ നിന്നും ലക്ഷങ്ങളാണ് നമ്മുടെ ബംഗാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ നാടുകളിലേക്ക് പോകുന്നതും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എന്നാൽ വീഡിയോ നീണ്ടുപോയാൽ കാണുന്ന നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഉള്ളത് പറഞ്ഞാൽ കള്ളന് തുള്ളൽ വരും എന്ന ഒരു പറച്ചിലുണ്ടല്ലോ. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.